അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയായി നിൽക്കുന്നത് മൂകാംബികയ്ക്ക് പോകാനാണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ മൂകാംബികയ്ക്ക് പോണത്. ഞങ്ങൾ ഈ പ്രാവശ്യം പോകാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് 2 പ്രാവശ്യം പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു പ്രാവശ്യം നമുക്ക് ഡേറ്റിന് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുത്ത് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മൂകാംബികയിൽ പോവാച്ചാൽ നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല കേട്ടോ, ദേവിയുടെയും കൂടി ഒരു അനുഗ്രഹമൊക്കെ വേണം. അങ്ങനെ നമ്മളൊരു 7 ദിവസത്തെ നോയമ്പൊക്കെ എടുത്തിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഒല്ലൂർ എത്തി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മഴയാണെങ്കിൽ ഇങ്ങനെ ഒരു കനത്തിൽ നല്ലോണം മഴ പെയ്യുണ്ടായിരുന്നില്ല, അന്നൊരു കനത്തിൽ ഇങ്ങനെ തൂളി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു BSNL ഓഫീസിലായിരുന്നു. അപ്പം എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് സുനോജ് അവിടെ ആട്ടോ വർക്ക് ചെയ്യണ്. അപ്പം അത് കാരണം നമുക്ക് അവിടുത്തെ ക്വാർട്ടേഴ്സിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് വന്നായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഇനി ഓഫീസ് തുറന്നില്ലെങ്കിൽ പിന്നെ വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ക്വാർട്ടേഴ്സിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ അച്ഛനാണെങ്കിൽ അമ്മേനെയും അനിയത്തിനെയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉണ്ണിക്കണ്ണനാണെങ്കിലോ ഏട്ടനെ കണ്ടത് വേഗം കൈയെടുത്തിടായിരുന്നു കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അമ്മയുണ്ട്, പിന്നെ മേമയുടെ മോനുണ്ട്, പിന്നെ ബേബി മേമയുണ്ട്, ദത്തിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബേബി മേമയുടെ മോനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാട്ടാ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴായിരുന്നു കറക്റ്റ് പറയാച്ചാൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ നിർത്തുമ്പോഴായിരുന്നു കേട്ടോ ട്രെയിൻ എറണാകുളത്ത് നിന്നായിരുന്നു അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ ഡിലേ കാണിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിരുന്നു കേട്ടോ ട്രെയിൻ വരുന്നത് കേട്ടോ. അപ്പം നമ്മളിത് ലിഫ്റ്റൊക്കെ കയറി സ്റ്റെയറൊക്കെ ഇറങ്ങിയിട്ട് ഇത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിൽ കുട്ടിപ്പട്ടാളങ്ങളാണെങ്കിൽ ഒതുങ്ങി നിൽക്കില്ലല്ലോ. അവിടെ ഉണ്ണിക്കണ്ണനാണെങ്കിൽ 1 മിനിറ്റ് ഒതുങ്ങി നിൽക്കാത്ത സാധനം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അനിയത്തി എടുത്ത് നിന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 1 മണിക്കൂറല്ലേ നിൽക്കേണ്ടത്, ഒരു 10-15 മിനിറ്റ് ആച്ചാൽ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ണിക്കണ്ണൻ കരയാൻ തുടങ്ങി. അവന് ക്ഷമയുണ്ടായിരുന്നില്ല കേട്ടോ, അവൻ എടുത്ത് നടക്കുന്നത് തീരെ ഇല്ലാത്ത കാര്യമാട്ടോ. അങ്ങനെ അവന് നമ്മൾ താഴത്തെ ഇറക്കി വിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഫുൾ ഓടി നടക്കലായിരുന്നു കേട്ടോ. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ അറിയാത്തവരാരും ഉണ്ടായിരുന്നില്ല, ഓടിയിടലും ബഹളമൊക്കെ ആയിട്ട്. അവരുള്ള കാരണം 3 കുട്ടിപ്പാട്ടാളുള്ള കാരണം നമ്മൾ സമയം പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ കുറേ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അമ്മ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുന്ന കാരണം അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ 1 മണിക്കൂറാട്ടോ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ താരം വന്നു കേട്ടോ. താരം വന്നപ്പോൾ ദേ കറക്റ്റ് നമ്മൾ കോച്ച് പൊസിഷൻ നോക്കിയിട്ടാട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ ട്രെയിൻ വന്നപ്പോൾ ട്രെയിനിന്മേൽ എല്ലാവരും ചാടി കയറി അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ട്രെയിനിൽ കയറിയത് ഫുഡ് കഴിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ അമ്മയാണെങ്കിൽ വീടിന് തക്കാളി ചോറും മറ്റേ സാലഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാടയിലായിരുന്നു പൊതിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കളയാലോ എന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ഇനി നമുക്കൊരു 10 മണിക്കൂർ ഇരിക്കണം കേട്ടോ മൂകാംബിക എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷം വേറെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ബായ്.